എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ഹൽവയാണ്. സാധാരണ നമ്മളൊരു ഹൽവ ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും വളരെ പെട്ടെന്ന് കുറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്ക് ചെയ്തിട്ടെടുക്കാൻ പറ്റുന്നൊരു ഹൽവയാണ് കേട്ടോ ഇത്. അതുപോലെ തന്നെ ഇതിന് ചേരുവകളും വളരെ കുറച്ച് മാത്രം മതി. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഹൽവയുമാണ്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഒന്ന് നോക്കാം. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. നമ്മൾ ഈ ഒരു ഹൽവ ഉണ്ടാക്കുന്നത് ഇതുപോലെ ഈ ഒരു കോൺഫ്ലോർ വെച്ചിട്ടാണ്. ഞാനിപ്പോൾ ഇതിലേക്കൊരു 1/2 കപ്പ് അളവിൽ കോൺഫ്ലോർ ആണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ 1/2 കപ്പ് അളവിൽ കോൺഫ്ലോർ ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കയ്യിൽ അളവ് കപ്പ് ഇല്ലെങ്കിൽ സാധാ വലിപ്പമുള്ള ഒരു ഗ്ലാസ്സിൽ നമ്മൾ ഒരു 1/2 ഗ്ലാസ് കോൺഫ്ലോർ അളന്നിട്ട് എടുത്താൽ മതി. അപ്പോൾ ബാക്കി നമ്മൾ ചേരുവകളൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ ആ ഒരു ഗ്ലാസ്സിനനുസരിച്ച് ചേർത്ത് കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് വെള്ളമാണ്. ചൂടുവെള്ളമൊന്നും അല്ല കേട്ടോ, സാധാ നോർമൽ വാട്ടർ നമ്മൾ ഇതുപോലെ ചേർത്ത് കൊടുക്കാവുള്ളൂ. നമ്മളിതിലേക്ക് 1/2 കപ്പ് കോൺഫ്ലോർ ആണ് എടുത്തത്. 1/2 കപ്പിന് 1.5 കപ്പ് അളവിൽ വെള്ളമാണ് കേട്ടോ നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത്. 250 ml ഈ ഒരു കപ്പിൽ 1.5 കപ്പ് അളവിൽ വെള്ളം കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഗ്ലാസ്സിനാണ് അളന്നിട്ടെടുക്കുന്നതെങ്കിൽ 1/2 ഗ്ലാസ് കോൺഫ്ലോറിന് 1.5 ഗ്ലാസ് വെള്ളം നമ്മൾ ഇതുപോലെ ചേർത്ത് കൊടുക്കുക. ഈ ഒരു വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ലപോലെ തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. കോൺഫ്ലോർ ആയതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം ഇതുപോലെ വെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്യുമ്പോഴത്തേക്കും ചെറിയൊരു ബലം പോലെ ഉണ്ടാവും. അപ്പോൾ അത് ഇതുപോലെ ഒരു 30 സെക്കൻഡ് ഇളക്കുമ്പോഴത്തേക്കും നല്ലപോലെ തന്നെ അതൊന്ന് അലിഞ്ഞു വരാൻ തുടങ്ങും. ഒട്ടും തന്നെ കട്ടകൾ കാണാൻ പാടില്ല കേട്ടോ. നല്ലപോലെ തന്നെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ കണ്ടില്ല, നന്നായിട്ട് ഇളക്കി ഒട്ടും തന്നെ കട്ടകളില്ലാതെ ഞാൻ ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ട്. ഏത് പാത്രത്തിലാണ് നമ്മൾ ഹൽവ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നത് ആ ഒരു പാത്രത്തിലേക്ക് കുറച്ച് നെയ്യ് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ആ ഒരു ഹൽവ സെറ്റ് ചെയ്ത് നമ്മൾ ഈ ഒരു പാത്രത്തിൽ നിന്ന് എടുക്കുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു മുകൾ ഭാഗം കാണാൻ കുറച്ചും കൂടി ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും നട്ട്സ് വേണമെങ്കിൽ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് ബദാം ചെറുതായിട്ട് സ്ലൈസ് ചെയ്തത് ഇട്ട് കൊടുക്കുകയാണ്. ബദാമോ കാഷ്യൂനട്ടോ പിസ്തയോ നിലക്കടലോ എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ ഒരു പാനിലേക്ക് ഒരു 1.25 കപ്പ് അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ആദ്യം ഇതുപോലെ 1 കപ്പ് പഞ്ചസാര ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ശേഷം ഒരു 1/4 കപ്പും കൂടി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ എത്രയാണോ പഞ്ചസാര അളന്നിട്ടെടുത്തത് അതേ അളവിൽ തന്നെ നമുക്കിതിലേക്ക് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ 1.25 കപ്പ് പഞ്ചസാരയ്ക്ക് നമുക്കിതിലേക്ക് 1.25 കപ്പ് അളവിൽ തന്നെ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു വെള്ളം ഇതുപോലെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് നല്ലപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ ഒരു വെള്ളത്തിൽ കിടന്നിട്ട് പഞ്ചസാര നല്ലപോലെ തന്നെ ഒന്ന് അലിഞ്ഞു വന്നാൽ മതി. ഒറ്റനൂൽ പരുവൊന്നും ആവാൻ വേണ്ടിയിട്ട് നമ്മൾ കാത്തു നിൽക്കരുത്, അതൊന്ന് അലിഞ്ഞു വന്നാൽ മാത്രം മതി. അപ്പോൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് ആ ഒരു പഞ്ചസാര ആ ഒരു വെള്ളത്തിനൊന്ന് അലിഞ്ഞു വരുന്നതിന് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ കണ്ടില്ല, പഞ്ചസാര നല്ല പോലെ തന്നെ ഒരു വെള്ളത്തിലൊന്ന് അലിഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് അലിഞ്ഞു വരുമ്പോഴത്തേക്കും ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1 ടേബിൾ സ്പൂൺ അളവിൽ നാരങ്ങാനീരാണ്. 1 ടേബിൾ സ്പൂൺ അളവിൽ നാരങ്ങാനീരും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. നാരങ്ങാനീര് നമ്മൾ ചേർത്ത് ഇതുപോലെ ഇളക്കിയതിന് ശേഷമാണ് നമ്മൾ ആദ്യമേ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കോൺഫ്ലോറിൻ്റെ ഒരു മിക്സ് ഇല്ലേ, അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. ഇതിലേക്ക് നമ്മൾ ഒഴിക്കുന്നതിന് മുമ്പ് വീണ്ടും നല്ല പോലെ തന്നെ ഇളക്കിയതിന് ശേഷം മാത്രം വേണം നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു കോൺഫ്ലോറിൻ്റെ മിക്സും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇനി നമുക്ക് നല്ല പോലെ തന്നെ ഇളക്കി കൊടുക്കാം. ഒരുപാട് നമ്മൾ തീയങ്ങ് കുറച്ചും വെച്ച് കൊടുക്കേണ്ട, ഒരുപാട് തീയങ്ങ് കൂട്ടിയിട്ട് കൊടുക്കരുത്. ഒരു മീഡിയം ഫ്ലെയിമിൽ നിന്ന് തീയങ്ങ് കുറച്ച് വെച്ച് കൊടുത്താൽ മതി. കോൺഫ്ലോർ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്കിതങ്ങ് കുറുകി വരാൻ തുടങ്ങും. കൈവിടാതെ നല്ല പോലെ തന്നെ നമ്മൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഏകദേശം ഒരു 5 മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേക്കും തന്നെ ഇതുപോലെ നമുക്ക് ചെറുതായിട്ടൊന്ന് കുറുകി വരാൻ തുടങ്ങും. ഇതിപ്പോൾ കണ്ടില്ല, ഈ ഒരു പരുവത്തിന് ചെറുതായിട്ടൊന്ന് കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതുപോലെ ആയി വന്നാൽ പെട്ടെന്ന് തന്നെ അത് നല്ല പോലെ തന്നെ അങ്ങ് കുറുക്കാൻ തുടങ്ങും. അപ്പോൾ അത്യാവശ്യം ഒന്ന് കുറുകി വരുന്നതിന് വരെ നല്ല പോലെ തന്നെ കൈവിടാതെ തന്നെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ കണ്ടില്ല, ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഈ ഒരു പരിവായിട്ട് വരുമ്പോഴത്തേക്കുമാണ് നമ്മളിതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കേണ്ടത്. നമ്മളിതിലേക്ക് ഇനി നെയ്യ് ചേർത്ത് കൊടുത്താൽ നമുക്ക് ഒരു ഹൽവയുടെ ആ ഒരു പരുവത്തിനൊന്ന് ആക്കിയിട്ടെടുക്കാൻ പറ്റത്തുള്ളൂ. ആദ്യം നമുക്കിതിലേക്ക് ഇതുപോലെ ഒരു 4 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല പോലെ തന്നെ വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് തന്നെ നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. നെയ്യ് ചേർത്ത് നമ്മൾ ഇതുപോലെ ഒന്ന് ഇളക്കുമ്പോഴത്തേക്കും ആ ഒരു പാനിയിൽ നിന്ന് ഒട്ടിപ്പിടിക്കുന്നതങ്ങ് മാറാൻ തുടങ്ങും.
നെയ്യ് ചേർത്ത് ഒരു 5 മിനിറ്റോളം നമ്മൾ ഇതുപോലെ നല്ലപോലെ തന്നെ ഇളക്കിയതിന് ശേഷം ഹൽവയ്ക്ക് ഒരു കളർ വേണമെങ്കിൽ നമുക്കിതിലേക്ക് ഇഷ്ടമുള്ള ഫുഡ് കളർ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് ഓറഞ്ച് ഫുഡ് കളർ ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുകയാണ്. ഫുഡ് കളറിന് പകരമായിട്ട് ചെറിയൊരു യെല്ലോ കളർ കിട്ടാൻ ഒരു സ്വല്പം മാത്രം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഒരുപാടായി പോകരുത് കേട്ടോ. ഒരുപാടായി പോയാൽ ഒരു മഞ്ഞളിൻ്റെ ഒരു കുത്തലുണ്ടാവും. നമ്മൾ കടയിൽ നിന്നൊക്കെ പല കളറിലുള്ള ഹൽവ വാങ്ങിക്കാറില്ലേ, ഓറഞ്ചും ഗ്രീനും യെല്ലോ കളറിലും ഒക്കെ. അപ്പോൾ ഈ ഒരു ഓറഞ്ച് ഫുഡ് കളറിന് പകരമായിട്ട് യെല്ലോ ഫുഡ് കളറോ അല്ലെങ്കിൽ ഗ്രീൻ ഫുഡ് കളറോ ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ഓറഞ്ച് ഫുഡ് കളർ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. മധുരം ആയതുകൊണ്ട് തന്നെ നമുക്കിതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്തൊന്ന് ഇളക്കാവുന്നതാണ്. ഇനി ഇത് കൈവിടാതെ ഒരു 5-6 മിനിറ്റ് നല്ലപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ അളവിൽ നെയ്യും കൂടി ചേർത്തൊന്ന് വീണ്ടും ഒന്ന് ഇളക്കിയിട്ടെടുക്കാം. അപ്പോൾ നല്ലപോലെ തന്നെ ഇളക്കി ഈ ഒരു പരിവായിട്ട് വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് കുറച്ചും കൂടി നല്ല ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കപ്പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് ഏലക്കായും പഞ്ചസാരയും കൂടി മിക്സ് ചെയ്ത് പൊടിച്ച് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അതൊരു 3/4 ടീസ്പൂണോളം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ തന്നെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഏലക്കപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ തന്നെ ഇതുപോലെ ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് ഇനി നമുക്ക് ഇഷ്ടമുള്ള നട്ട്സ് എന്തെങ്കിലും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതൊക്കെ ഓപ്ഷണൽ ആണ് കേട്ടോ. നമ്മുടെ ഉണ്ടെങ്കിൽ ഇതുപോലെ ചേർത്ത് കൊടുത്താൽ മതി. നട്ട്സ് നമ്മൾ ഇതുപോലെ ചെറിയതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു ഹൽവ കഴിക്കുന്ന സമയത്ത് കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് കാഷ്നട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്താണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ബദാമോ അല്ലെങ്കിൽ നിലക്കടല ചെറുതായിട്ട് കട്ട് ചെയ്തതോ പിസ്തയോ ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. നല്ലപോലെ തന്നെ ഇതുപോലെ ഇളക്കി ആ ഒരു പാനിൽ നിന്ന് വിട്ട് വരുന്ന ഒരു പരിവായിട്ട് നമുക്ക് കിട്ടണം. ഇതിൻ്റെ ഒരു ടോട്ടൽ കുക്കിംഗ് ടൈം എന്ന് പറയുന്നത് ഏകദേശം ഒരു 15 to 20 മിനിറ്റ് ആണ്. നമ്മളൊരു കോൺഫ്ലോർ ചേർത്ത് ഇളക്കി കൊടുക്കാൻ തുടങ്ങിയ ഒരു സമയം മുതലാണ് കേട്ടോ കൂട്ടേണ്ടത്. ഏകദേശം ഒരു 15 to 20 മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേക്കും തന്നെ നമുക്കിത് നല്ലപോലെ തന്നെ റെഡിയായി കിട്ടും. ഇതുപോലെ നമ്മളൊരു സൈഡിലേക്ക് മാറ്റി നോക്കുമ്പോൾ ഒരു പാനിൻ്റെ അടിവശം നല്ലപോലെ തന്നെ കാണുന്ന രീതിയിൽ ആ ഒരു പാനിൽ ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാതെ ഈ ഒരു പരിവായിട്ട് നമുക്ക് കിട്ടണം കേട്ടോ. ഇതാണ് ഒരു ഹൽവ നമുക്ക് നല്ലപോലെ സെറ്റായി കിട്ടുന്ന ഒരു കറക്റ്റ് പരുവം. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുത്തേക്കാം. ഇനി നമ്മൾ ആദ്യമേ ഒരു നെയ്യൊക്കെ പുരട്ടി വെച്ചിരുന്ന ഈ ഒരു പാത്രത്തിലേക്ക് നല്ല ചൂടോട് കൂടിയിട്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതുപോലെ ഹൽവ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു സ്പൂണോ ഒരു സ്പാച്ചിലോ വെച്ച് ഇതുപോലെ ഒരു മോൾഭാഗം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. ഇനി ഒരു പാത്രത്തിലിരുന്ന് അതിൻ്റെ ചൂട് നല്ലപോലെ തന്നെ ആറി നന്നായിട്ട് തണുത്ത് വരുമ്പോഴത്തേക്കും നല്ലപോലെ തന്നെ നമുക്കിത് സെറ്റായി കിട്ടും. ഒരു അരമണിക്കൂറൊക്കെ ആകുമ്പോഴത്തേക്കും തന്നെ നമുക്കിത് സെറ്റായി കിട്ടും. പക്ഷേ അതിൽ ചൂട് പോകത്തില്ല. ഒരു 1.5 മണിക്കൂറൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്കിത് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിവിടെ ഒരു 1.5 മണിക്കൂറോളം ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഈ ഒരു ഹൽവ ഈ ഒരു പാത്രത്തിൽ ഒഴിച്ച് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ നമുക്കിവിടെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്കോ അല്ലെങ്കിൽ ഇതൊരു പ്ലാസ്റ്റിക് റാപ്പോ വല്ലതും വിരിച്ചിട്ട് ഇതുപോലെ നമുക്കിതിലേക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഹൽവയാണ് കേട്ടോ. നല്ലപോലെ തന്നെ നമുക്കിതിവിടെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇത് സ്റ്റോർ ചെയ്ത് വെക്കാനൊക്കെ ആണെങ്കിൽ ഇതൊരു ക്ലിംഗ് റാപ്പ് വെച്ചിട്ട് നമുക്ക് കവർ ചെയ്തിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാനാണ്. ഇതിപ്പോൾ കണ്ടില്ല, നമ്മൾ ഒരു കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് നിങ്ങളൊന്ന് കട്ട് ചെയ്തും കൂടി കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ല, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഹൽവയാണ് കേട്ടോ. അപ്പോൾ കോൺഫ്ലോർ വെച്ചിട്ടുള്ള വളരെ ഈസി ആയിട്ടുള്ള നമ്മുടെ ഒരു ബോംബെ കറാച്ചി ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കറാച്ചി ഹൽവ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുകയും ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നമ്മുടെ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് നമ്മുടെ ഒരു ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിൽ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ പുതിയ പുതിയ റെസിപ്പികളൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്ക് ഇതുപോലെ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം.